സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ 3 സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് 3 സെൻട്രൽ പ്രോബ്ലംസ്? വാട്ട് ടു പ്രൊഡ്യൂസ്, നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, സമൂഹത്തിൻ്റെ ആവശ്യം എന്താണോ, നമ്മളുടെ കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യം എന്താണോ, സൊസൈറ്റിയുടെ ആവശ്യം എന്താണോ, ആവശ്യത്തിനനുസരിച്ച് ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, വാട്ട് ടു പ്രൊഡ്യൂസ്. ആൻഡ് സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, മെഷീനറി വെച്ചിട്ടോ ആളുകളെ വെച്ചിട്ടോ ഈ റിസോഴ്സസ് വെച്ചിട്ട് നമ്മൾ ഹൗ ടു പ്രൊഡ്യൂസ്, നമ്മൾ എങ്ങനെയാണ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യേണ്ടത്. ദെൻ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ സാധനങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണോ, കൺസ്യൂമേഴ്സ് പബ്ലിക്കിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിനകത്താണോ അതോ പുറത്തുള്ള ആളുകൾക്കാണോ, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. അപ്പോൾ ഈ മേജർ പ്രോബ്ലംസ്, സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഈ പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് വേണം മാനേജറിയൽ എക്കണോമിക്സിൽ നമ്മളെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ്, അപ്പോൾ നമ്മുടെ വാൺസ് എങ്ങനെയാണെന്ന് പറഞ്ഞു, അൺലിമിറ്റഡ് വാൺസ് ആണ്. റിസോഴ്സസ് എങ്ങനെയാണ്, അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഡിമാൻഡും സപ്ലൈയും കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളതിനെ അറേഞ്ച് ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിച്ചാൽ മാത്രമേ നമുക്കവിടെ നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് കിടക്കാം, മാർക്കറ്റ് മെക്കാനിസം. എന്താണ് മാർക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എവിടെയാണ് മാർക്കറ്റ്, എങ്ങനെയാണ് ഒരു മാർക്കറ്റ് ഉള്ളത്, എന്താണ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് എന്ത് മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് മീൻസ് എ പ്ലേസ് വേർ ഗുഡ്സ് ആൻഡ് സർവീസസ് ബോട്ട് ആൻഡ് സോൾഡ്, സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ഒരു ട്രഡീഷണൽ കൺസെപ്റ്റാണ് ഇപ്പോൾ പറഞ്ഞത്. അത് അങ്ങനെ ഒരു ഫിസിക്കൽ പ്ലേസ് ഇന്നത്തെ മാർക്കറ്റിന് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫിസിക്കൽ പ്ലേസ് നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് മാർക്കറ്റ്. അവിടെ ഒരു പ്ലേസ് വേണം എക്സ്ചേഞ്ച് അറേഞ്ച്മെന്റ് ചെയ്യുന്ന, എക്സ്ചേഞ്ച് നടത്താൻ അവിടെ ആളുകൾ വന്നിരുന്ന് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടൊരു സ്ഥലം വേണമായിരുന്നു. പക്ഷെ ഇന്നത്തെ മാർക്കറ്റിന് എന്ത് വേണ്ട, അങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്ലേസ് അവിടെ ആവശ്യമില്ല. ഇന്ന് ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്. നമ്മുടെ കയ്യിൽ മൊബൈലുകളുണ്ട്, ഫോണുകളുണ്ട്, കമ്പ്യൂട്ടറുകളുണ്ട്. ദെൻ ഇൻ്റർനെറ്റും ടെക്നോളജിയും ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്നത്തെ കാലത്ത് ഈ കൊമേഴ്സിലൂടെയുള്ള വാണിജ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോണിക് കൊമേഴ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്ത് ആവശ്യമില്ല, പെർട്ടിക്കുലർ പ്ലേസ് അവിടെ ആവശ്യമില്ല. നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ലോകത്ത് എവിടെയുള്ള പ്രോഡക്റ്റ് വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനുമായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആര് വേണം, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അവിടെ രണ്ടാളുകളാണ് മാർക്കറ്റിൽ വരുന്ന രണ്ടാളുകൾ. ആരൊക്കെയാണ്? സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ ബയേഴ്സും വിൽക്കുന്ന ആളുകൾ സെല്ലേഴ്സും. മാർക്കറ്റിൽ ഈ രണ്ടാളുകൾ തീർച്ചയായിട്ടും അവിടെ ആവശ്യമുണ്ട്. ദെൻ അടുത്തൊരു കാര്യം എന്താണ്? പ്രൈസ്. മാർക്കറ്റിൽ എന്ത് ഫിക്സ് ചെയ്യണം? സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ അതിന് എന്ത് ഫിക്സ് ചെയ്യണം? അതിന് പ്രൈസ് ഫിക്സ് ചെയ്യണം. ഒരുപാട് എലമെന്റുകൾ നോക്കി ഡിമാൻഡും പ്രോഡക്റ്റിന്റെ നേച്ചറും കോമ്പറ്റീഷനും ഒക്കെ നോക്കിക്കൊണ്ട് നമ്മൾ അവിടെ എന്ത് ഫിക്സ് ചെയ്യണം? പ്രൈസ് ഫിക്സ് ചെയ്യണം. ദെൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. മാർക്കറ്റിൽ ശരിയായ വിഭവങ്ങൾ ശരിയായ രീതിയിൽ അതിന് എഫക്റ്റീവായിട്ട് അതിന് അലോക്കേറ്റ് ചെയ്യണം. റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണം. കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കവിടെ എന്ത് വരുള്ളൂ? അത് മാർക്കറ്റിൽ നമ്മളവിടെ എക്സ്ചേഞ്ച് നടക്കുകയുള്ളൂ. മാർക്കറ്റിൽ എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ ഈ പറയുന്ന ബയേഴ്സ് സെല്ലേഴ്സ് പ്രൈസ് കറക്റ്റ് ആക്കണം, റിസോഴ്സസ് കറക്റ്റായി അലോക്കേറ്റ് ചെയ്യണം. അത് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ, മാർക്കറ്റിലെ എലമെന്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് കൂടിയാൽ അവിടെ എന്ത് കുറയും? ഡിമാൻഡ് കുറയും. പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ കൂടും.
അപ്പോൾ പ്രൈസ്, ഡിമാൻഡ്, സപ്ലൈ എന്നുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ വരുന്നതാണ്. കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആണ് ഡിമാൻഡായി മാറുന്നത്. ഡിമാൻഡിനനുസരിച്ച് നമുക്ക് എന്ത് വേണം അവിടെ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന ഒരു പോയിന്റ് അവിടെ വരുന്നുണ്ട്. അതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ആ പോയിന്റ് വെച്ച് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുക, പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് വരുന്നുണ്ട്. പ്രൈസ്, ഡിമാൻഡ്, സപ്ലൈ. അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ വരുന്ന അറേഞ്ച്മെൻറ്റുകൾ, എക്സ്ചേഞ്ച് നടക്കുന്നതിൽ മറ്റു അറേഞ്ച്മെൻറ്റുകൾ, ഇതൊക്കെയാണ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ ഈ പറഞ്ഞതൊക്കെയാണ്. ദെൻ എക്കണോമിയിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള മാർക്കറ്റ് ചില സമയത്ത് പരാജയപ്പെടാറുണ്ട്, ഫെയിലിയേഴ്സ് സംഭവിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഒരു മാർക്കറ്റ് ഫെയിലിയർ ആകുന്നത്? മാർക്കറ്റ് ഫെയിലിയർ ആകുന്നത് മാർക്കറ്റ് മേ ഫെയിൽ ഡ്യൂ ടു monopoly, public goods, externalities and information asymmetry. ഈ പറയുന്ന റീസൺ കൊണ്ട് മാർക്കറ്റ് ഫെയിലിയർ ആകാറുണ്ട്. അപ്പോൾ എന്താണ് മൊണോപ്പൊളി, കുത്തക? മൊണോപ്പൊളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ മാർക്കറ്റിൽ ചില സ്ഥാപനങ്ങൾ വരുന്നു, അവരവിടെ കുത്തക സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പ്രൈസ് കൂട്ടിക്കൊണ്ട് അവരുടെ പ്രോഡക്റ്റ്, ഒന്നോ രണ്ടോ പ്രോഡക്റ്റാണ് അവർ ഡീൽ ചെയ്യുക. ഉള്ള പ്രോഡക്റ്റിന് അവരെന്ത് ചെയ്യുന്നു, ഹൈ പ്രൈസ് ചുമത്തുന്ന സമയത്ത് അവിടെ കൺസ്യൂമേഴ്സിന് അത് വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല, പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. അവരുടെ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. പ്രോഫിറ്റ് കൂട്ടുന്നതിന് വേണ്ടി അവർ ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് അവർ അവരുടേതായിട്ടുള്ള താല്പര്യത്തിനനുസരിച്ച് അവർ മാർക്കറ്റിൽ വിൽക്കുന്നതാണ് മൊണോപ്പൊളി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പ്രോഫിറ്റ് കൂടുന്നു, കൺസ്യൂമേഴ്സിന് പ്രോഡക്റ്റ് അവൈലബിൾ ആകുന്നില്ല, സെയിൽ നടക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാർക്കറ്റ് എന്താവാം, മാർക്കറ്റ് ഫെയിലിയർ ആകാം. നെക്സ്റ്റ് വരുന്നത് പബ്ലിക് ഗുഡ്സ്. എന്താണ് പബ്ലിക് ഗുഡ്സ്? പൊതുവായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടർടേക്കിങ്ങിലുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള പബ്ലിക് റോഡുകൾ, അല്ലെങ്കിൽ സേഫ്റ്റി സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റലുകൾ, അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് പണം മുടക്കി ചെയ്യുന്ന ചില ഗുഡ്സാണ് ഇത് പബ്ലിക് ഗുഡ്സ്. ഇതൊരിക്കലും പ്രൈവറ്റ് പാർട്ടീസിന് ഇതിൽ ഇടപെടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെയുള്ള ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തത് അവൈലബിൾ ആക്കണമെങ്കിൽ ഗവൺമെൻറ്റിന് എന്ത് വേണം? വരുമാനം വേണം. ഗവൺമെൻറ്റിനുള്ള വരുമാനം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ടാക്സ് പിരിച്ചെടുക്കുന്നതിലൂടെയാണ്. അപ്പോൾ നമ്മൾ കുറേ പേര് ടാക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ഗവൺമെൻറ്റിന് വരുമാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിന് ഈ പറയുന്ന ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങളോ പബ്ലിക് റോഡുകൾ, ഹൈവേകളോ ഇതൊന്നും കൺസ്ട്രക്ട് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. പാലം കൺസ്ട്രക്ട് ചെയ്യുക, റോഡ് കൺസ്ട്രക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിന് അത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ബെനിഫിറ്റ് ആണെങ്കിൽ അവിടെ കുറവുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് പാർട്ടീസിന് ഇടപെടാനും സാധിക്കില്ല. അപ്പോഴും എന്ത് സംഭവിക്കാം? മാർക്കറ്റ് പരാജയത്തിലേക്ക് വരാം. നെക്സ്റ്റ് വരുന്നത് എക്സ്റ്റേണലിറ്റീസ്. എന്താണ് എക്സ്റ്റേണലിറ്റീസ്? എക്സ്റ്റേണലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് പുറത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ, മാർക്കറ്റിന് പുറത്തുള്ള കാര്യങ്ങൾ, ബിസിനസ്സിന് പുറത്തുള്ള കാര്യങ്ങൾ എങ്ങനെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാം, എങ്ങനെ മാർക്കറ്റിനെ, ഇതിൽ എക്സ്റ്റേണലിറ്റീസ് തന്നെ പോസിറ്റീവ് എക്സ്റ്റേണലിറ്റീസ് ഉണ്ട്, നെഗറ്റീവ് എക്സ്റ്റേണലിറ്റീസ് ഉണ്ട്. പോസിറ്റീവ് എക്സ്റ്റേണലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലൂടെ അത് കുറേ കാര്യങ്ങൾ, ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളിലൂടെ അത് ഗുണം ചെയ്യുന്ന എഡ്യൂക്കേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സിന് പുറത്തുള്ള കാര്യങ്ങൾ എക്സ്റ്റേണലിറ്റീസ് വരുന്നത്. അപ്പോൾ അതും നെഗറ്റീവിൽ വരുന്നത് പൊല്യൂഷൻ. ബിസിനസ്സിലൂടെ എന്തുണ്ടാവുന്നുണ്ട്? പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, മാലിന്യം പുറത്ത് കളയുന്നുണ്ട്. അത് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ആൻഡ് ലാൻഡ് പൊല്യൂഷൻ, അങ്ങനെയുള്ള പൊല്യൂഷനൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഹെൽത്ത് ഇഷ്യൂസും അവിടെ വരുന്നുണ്ട്. പൊല്യൂഷനും ഹെൽത്ത് ഇഷ്യൂസും വരുന്നുണ്ട്. ഇതാണ് മെയിനായിട്ടും എക്സ്റ്റേണലിറ്റീസ്. നെഗറ്റീവ് എക്സ്റ്റേണലിറ്റീസ് ആണ് ഇതിൽ കൂടുതലും വരുന്നത്. അപ്പോൾ പോസിറ്റീവ് എക്സ്റ്റേണലിറ്റീസ് ഉണ്ടെങ്കിലും അത് കുറവായിരിക്കും.
നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ആണ് ബിസിനസ്സിന് കൂടുതലായിട്ട് മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ അത് എന്തിനെ അഫക്റ്റ് ചെയ്യും? മാർക്കറ്റ് ഫെയിലിയറിലേക്ക് നയിക്കും എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻഫോർമേഷൻ അസിമെട്രി. എന്താണ് ഇൻഫോർമേഷൻ അസിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ്റെ കുറവ്, വിവരങ്ങളുടെ കുറവ് മാർക്കറ്റ് ഫെയിലിയറിലേക്ക് നയിക്കും. എന്താണ് അതെങ്ങനെയാണ് നയിക്കുന്നത്? അതിൽ പറയുന്ന മെയിനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം തെറ്റാണ്, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു ധാരണയിലാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റ്, ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു കാറോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് തെറ്റായ വിവരങ്ങളുടെ ബേസിലാണ് അവരത് പർച്ചേസ് ചെയ്യുന്നത്. പൊതുവായിട്ട് ആളുകളുടെ മൈൻഡിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വില കൂടിയ പ്രോഡക്റ്റ് ആയിരിക്കും ക്വാളിറ്റി കൂടുതൽ. നല്ല വില കൂടിയ ഫോണുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഐറ്റം, കാറോ ബൈക്കോ എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും അത് വില കൂടിയ ഐറ്റമാണ്, പ്രോഡക്റ്റുകളാണ് നല്ല ക്വാളിറ്റി കൂടിയത് എന്നുള്ള ഒരു തെറ്റായ ധാരണ പൊതുവായി ആളുകൾക്കുണ്ട്. എന്നാൽ വില കുറഞ്ഞ സാധനങ്ങൾ, ഗുഡ്സ് ആൻഡ് സർവീസസ് നല്ല ക്വാളിറ്റി ഉള്ളത് ഉണ്ടാവാം, പക്ഷെ ആളുകൾ തെറ്റായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകൾ മേലെ എന്ത് സംഭവിക്കാം? മാർക്കറ്റിന് ഫെയിലിയർ സംഭവിക്കാം, മാർക്കറ്റ് പരാജയപ്പെടാം. അപ്പോൾ ഇത്രയൊക്കെയാണ് മാർക്കറ്റ് ഫെയിലിയറിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ, എക്കണോമിക്സിൻ്റെ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. എന്താണ് മാനേജീരിയൽ എക്കണോമിക്സിന്റെ വ്യാപ്തി, എത്രമാത്രമുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജീരിയൽ എക്കണോമിക്സിൽ ഉൾപ്പെടുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരുന്ന മേജർ ഡിസിഷൻ ഏരിയാസ് എന്തൊക്കെയാണ്? റിസോഴ്സ് അലോക്കേഷൻ, ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? റിസോഴ്സ് അലോക്കേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, സ്കാർസ് റിസോഴ്സസ് ആണ്, നമ്മൾ ദുർലഭമായിട്ടുള്ള വിഭവങ്ങളാണ്, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നാൽ വാണ്ട്സ് ആണെങ്കിൽ അൺലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയ വിഭവങ്ങളെ ശരിയായ രീതിയിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. അതിനെ ശരിയായ രീതിയിൽ അലോക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ അൺലിമിറ്റഡ് വാണ്ട്സിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് റിസോഴ്സ് അലോക്കേഷനിൽ പറയുന്നത്. അപ്പോൾ നമ്മളതിനെ മാക്സിമം എഫിഷ്യൻസി, എത്രമാത്രം പോസിബിൾ ആണ്, എത്രമാത്രം എഫിഷ്യൻസി ഉണ്ട്, എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻവെന്ററി ആൻഡ് ക്യൂയിങ് ആണ്. എന്താണ് ഇൻവെന്ററി? ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്. നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എത്രമാത്രം നമ്മൾ സൂക്ഷിക്കണം, ഇൻവെന്ററി ആയിട്ട് സ്റ്റോക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ഇൻവെന്ററി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ റോ മെറ്റീരിയൽസ് ഉണ്ടാവാം, അസംസ്കൃത വസ്തുക്കൾ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സ്, അങ്ങനെയുള്ള ഗുഡ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എപ്പോഴാണോ ആവശ്യം വരുന്നത്, മാനുഫാക്ചറിങ്ങിന് ശേഷം ഗുഡ്സ് ആവശ്യം വരുന്നത് വരേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അത് സെയിൽ നടക്കുന്നത് വരേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കണം. അതിനെയാണ് ഇൻവെന്ററി എന്ന് പറയാം. അപ്പോൾ ആവശ്യം വരുന്ന സമയം വരയ്ക്കുമ്പോൾ കുട, ബാഗ്, ബുക്കുകൾ, അങ്ങനെയുള്ള സ്കൂൾ ഐറ്റമൊക്കെ വരുന്നത് എപ്പോഴാണ്? ജൂൺ ജൂലൈ സമയത്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നത്, കൂടുതലായിട്ട് ആവശ്യം വരുന്നത് ആ സമയത്താണ്. അതുപോലെ AC, അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റം, ജ്യൂസുകളും മറ്റ് ഐസ്ക്രീം പോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആവശ്യം വരുന്നത് സമ്മർ സീസണിലാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രോഡക്റ്റിനും ഡിമാൻഡ് വരുന്നത് ഓരോ സീസണലി ഡിമാൻഡ് വരാം. അപ്പോൾ അതുവരേക്കും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എത്രമാത്രം എങ്ങനെ വേണം എന്നുള്ളതാണ് നമ്മൾ ഇൻവെന്ററിയിൽ പറയുന്നത്. ക്യൂയിങ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിനു വേണ്ടി എത്രമാത്രം മെഷീനറി യൂസ് ചെയ്യണം, എത്ര ആളുകൾ വേണം, ഹ്യൂമൻ ബീയിങ്സിലൂടെയാണോ, മെഷീനറി യൂസ് ചെയ്തിട്ടാണോ, നമ്മൾ എങ്ങനെയാണ്
അത് മാനുഫാക്ചറിങ് പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ നടത്തുന്നത്, അതിനുള്ള അറേഞ്ച്മെന്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും മാനേജീരിയൽ എക്കണോമിക്സിന്റെ സ്കോപ്പിൽ വരുന്ന കാര്യമാണ്, അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേജർ ഡിസിഷൻ എന്ന് പറയുന്നത് പ്രൈസിങ് ഡിസിഷൻ ആണ്. പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യണം. പ്രൈസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ പല ഘടകങ്ങളും അവിടെ കൺസിഡർ ചെയ്യണം. അതിൻ്റെ ഡിമാൻഡ്, സപ്ലൈ, പ്രോഡക്റ്റിൻ്റെ നേച്ചർ, മാർക്കറ്റിലുള്ള മറ്റു കണ്ടീഷൻസ്, കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ലാഭം, പ്രോഫിറ്റ് പ്ലസ് ഇതിനോട് കൂടെ ലാഭം കൂടി കൂട്ടിയിട്ടുള്ള ഒരു എമൗണ്ട്, ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ടാക്സ്, അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുക, പ്രൈസ് ഫിക്സ് ചെയ്യുക. അങ്ങനെ പ്രൈസിങ് ഡിസിഷൻ എടുക്കുന്നത് ഇതിൽ വരുന്നതാണ് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പിൽ വരുന്ന, അതിനകത്ത് വരുന്ന കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അതിൽ കിട്ടുന്ന ഓരോ എമൗണ്ട്, അതിൽ എത്രമാത്രം പണം വരുന്നുണ്ട്, തന്നെ എത്ര പ്രോഫിറ്റ് കിട്ടി, അല്ലെങ്കിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അത് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അത് ലാൻഡിലാണോ അല്ലെങ്കിൽ മെറ്റീരിയലിലാണോ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണോ, ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ എങ്ങനെ നമ്മളതിൽ മെഷീനറി വാങ്ങിക്കണോ, അങ്ങനെ ഷെയർ, ഡിബഞ്ചർ, ബോണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ തന്നെ വേണ്ടി ഫർദർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്, എക്സ്പാൻഷന് വേണ്ടി നമ്മളതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഡിസിഷനും മാനേജീരിയൽ ഡിസിഷനാണ്. അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ്, എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലെല്ലാം നമ്മൾ പറയുന്നത്. റിസോഴ്സ് അലോക്കേഷൻ ആവട്ടെ, ഇൻവെന്ററി ക്യൂയിങ്, പ്രൈസിങ്, ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനെ ഓരോ കാര്യത്തിലും എന്ത് വരുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ഒരു എലമെന്റ്, എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു തീരുമാനങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇതെല്ലാം മാനേജീരിയൽ എക്കണോമിക്സിന്റെ സ്കോപ്പിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത് അഡീഷണൽ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഒരു ഫേമിൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ഏതൊരു സ്ഥാപനത്തിനും ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം. ലാഭത്തിന് പുറമെ മെയിൻ ഒബ്ജക്റ്റീവ്, അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ലാഭമായിരിക്കാം. പക്ഷെ അതിന് പുറമെ എന്തൊക്കെ ഒബ്ജക്റ്റീവ് സ്ഥാപനത്തിന് വരുന്നുണ്ട്, അതിൻ്റെ ഡിമാൻഡ് അനാലിസിസ്, എങ്ങനെ എത്രമാത്രം ഡിമാൻഡ് ഉണ്ട് പ്രോഡക്റ്റിന്, എങ്ങനെയാണ് ഡിമാൻഡ് വരുന്നത്, അതിൻ്റെ ഫ്യൂച്ചറിൽ നമ്മൾക്ക് ഇപ്പോഴത്തെ ഡിമാൻഡ് എങ്ങനെയാണ്, ഫ്യൂച്ചറിൽ എന്താവാൻ ചാൻസ് ഉണ്ട്, ഡിമാൻഡ് കൂടുകയോ കുറയോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, എന്തൊക്കെ ചേഞ്ചസ് വരാം. കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ്, എത്ര ചിലവ് വരുന്നുണ്ട്, എങ്ങനെ നമുക്ക് ചിലവ് ചുരുക്കിക്കൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ചെയ്യാനായിട്ട് പറ്റും, അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം. കോർ ഏരിയാസ് ഓഫ് സ്റ്റഡീസ്, മെയിനായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട്, ഏതൊക്കെ ഏരിയാസാണ് കോർ ഏരിയാസ് ആയിട്ട് പഠിക്കേണ്ടത്. പ്രൈസിങ് പോളിസീസ്, എന്തൊക്കെ വില നയങ്ങൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നോക്കിയിരിക്കണം. പ്രോഫിറ്റ് പ്ലാനിങ്, നമുക്ക് ലാഭത്തിനെ കുറിച്ച് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ക്യാപിറ്റൽ മൂലധനം എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യണം, അതും ലാൻഡ്, ലേബർ, അങ്ങനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അത് കാൽക്കുലേറ്റ് ചെയ്യണം. then എത്രമാത്രം കോമ്പറ്റീഷൻ വരുന്നുണ്ട്, എത്ര കോമ്പറ്റീഷൻ ഫേസ് ചെയ്തതായിട്ട് വരുന്നുണ്ട്, മാർക്കറ്റിൽ എത്രമാത്രം കോമ്പറ്റീഷൻ വരുന്നുണ്ട്, ഇത്ര കാര്യങ്ങളും ഈ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഏറ്റവും മെയിനായിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ, പ്രൈസിങ് ഡിസിഷൻ പോളിസി ആൻഡ് പ്രോഫിറ്റ് മാനേജ്മെന്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളാണ് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക് ഇതാണ് ഏറ്റവും സ്ട്രെസ് ചെയ്ത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.